ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ചൂലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കവറിനകത്ത് ഇട്ടിട്ട് തന്നെ ഇതേപോലെ നമ്മുടെ പത്തിരിയൊക്കെ പരത്തുന്ന കമ്പുണ്ടല്ലോ, അത് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും കമ്പാണേലും മതി കേട്ടോ. ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പൊടിയെല്ലാം അതിനകത്തോട്ട് വീണ് കിട്ടും. അപ്പോൾ ഈ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണേലും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം നമ്മളിത് തൂക്കുമ്പോഴൊക്കെ ഈ ചൂലിൻ്റെ പൊടി എത്രയാണേലും നമ്മൾ എത്ര ദിവസം തൂത്താലും ആ പൊടിയൊന്നും പോയി കിട്ടത്തില്ല. അപ്പോൾ ഇതേപോലെ തട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പൊടി നമുക്ക് ആ കവറിനകത്ത് തന്നെ വീണ് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് കവറിനകത്തുള്ളത് നമുക്ക് കൊട്ടിയെടുക്കുമ്പോഴത്തേന് അതിനകത്തുള്ള പൊടിയെല്ലാം അതിനകത്തോട്ട് വീഴുന്നുണ്ടോ, ഒത്തിരി പൊടിയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എത്ര ഈ പൊടി കളയാതെ തൂത്താലും വീണ്ടും പൊടി വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ എടുക്കുകയാണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാ പൊടിയും പോയിട്ട് ക്ലീനായിട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ കൊട്ടി കാണിക്കാം, കണ്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഇത്രയും പൊടി ഇതിനകത്തോട്ട് വീണിട്ടുണ്ട്. ഇനിയും ഇതിനകത്തുനിന്ന് ഒരുപാട് പൊടി വരാനായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ചീപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പൊടിയും കൂടെ അതിനകത്തുനിന്ന് വീണോളൂ കേട്ടോ. നമ്മൾ മുടി ചെയ്യുന്നതാണെങ്കിൽ ഇതേപോലെ ചീപ്പ് വെച്ച് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇനിയും ഉണ്ട്, ഇതിനകത്ത് പൊടി ഫുള്ള് പോയിട്ടില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടോ, ഇപ്പോൾ ഇത്രയും പൊടി തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തട്ടിക്കളഞ്ഞിട്ട് പോലും ബാക്കി ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഇതേപോലെ സ്പോഞ്ചിനകത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഏതെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചൂലിനകത്തുനിന്ന് അതെല്ലാം തൂത്തെടുക്കാം. അപ്പോൾ എല്ലാ പൊടിയും ഫുള്ളായിട്ട് നമുക്ക് പോയി കിട്ടും കേട്ടോ. അപ്പം ഈ അലർജിയൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള പൊടിയെല്ലാം നമുക്കിത് വളരെ ഈസി ആയിട്ട് തുടച്ചെടുത്താണെങ്കിൽ നമുക്ക് മൊത്തം പോയി കിട്ടും. ഇതേപോലെ ഒന്ന് അപ്പിയെടുക്കുക. ചൂല് ഇതേപോലെ ഒന്ന് വിടർത്തിയിട്ട് ആ സ്പോഞ്ച് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ തൂത്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അലർജിയുള്ളവർക്കൊക്കെ ചൂല് വെച്ച് തൂക്കുകയോ തുടക്കുകയോ എന്ത് വേണേലും ചെയ്യാം. ഒട്ടും പൊടി തന്നെ വരത്തില്ല കേട്ടോ. അപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ എണ്ണ വേണമെങ്കിൽ ഇതേപോലെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് ഇതേപോലെ അങ്ങ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് ശേഷം നമുക്ക് ഈ എണ്ണ അതിൻ്റെ പൊടിയാണ് കണ്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു പൊടിയില്ല, എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൗഡർ ഇടുമ്പോഴത്തേന് നമ്മൾ ഈ എണ്ണയൊക്കെ തേച്ചത് കൊണ്ട് തന്നെയും ആ ഇതൊക്കെ മാറിക്കിട്ടും. ഒരു ഒട്ടലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടിട്ട് നല്ല ചൂട് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക് ഒട്ടും പേടിക്കാതെ ഈ പൗഡർ ഇട്ടത് വെച്ചിട്ട് തന്നെ നമുക്ക് തൂക്കുകയോ ചിലന്തി വല അടിക്കുകയോ ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. കാരണം പൗഡറും കൂടെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് തുടച്ചെടുക്കാം. അതേപോലെ തന്നെ കണ്ടോ, ഒട്ടും പൊടി വീഴത്തില്ല കണ്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചൂലിനകത്ത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ കെട്ടുകയാണെങ്കിൽ നമുക്കൊരു സൈഡ് ഒതുക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ അതല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വള്ളി വെച്ചിട്ട് തന്നെ നമുക്ക് കെട്ടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൂല് ഒരിക്കലും ഒടിഞ്ഞു പോവില്ല. അതുമാത്രമല്ല ചിലന്തി വലയൊക്കെ പിടിച്ചാൽ തന്നെ ചൂല് ചീത്തയാവില്ല. നമുക്ക് ഇതേപോലെ ചുറ്റിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുകളിലൊക്കെ അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിലന്തി വല അടിക്കുന്ന ബ്രഷൊന്നും ഇല്ല എങ്കിൽ ഇതേപോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെയോ മുകളിലോ ഒക്കെ വേണമെങ്കിൽ നമുക്കിത് വെച്ചിട്ട് തന്നെ ചിലന്തി മാറാലയൊക്കെ അടിക്കുക. എന്നിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കവർ ഊരിക്കളയുകയും ചെയ്യാം. ചൂലും ചീത്തയാവില്ല, ചൂല് ഒടിഞ്ഞു പോവില്ല. അതേപോലെ തന്നെ മാറാല പിടിച്ചാലും നമുക്ക് ചൂല് ഒട്ടും പൊടി അഴുക്കൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് സോഫയുടെ അടിയിലും കട്ടിൻ്റെ അടിയിലും അതേപോലെ തന്നെ നമ്മുടെ കസേരയുടെ അടിയിലൊക്കെ ഈ ചിലന്തി മാറാലയൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഇതേപോലെ കണ്ടോ ഷോക്കേഴ്സിൻ്റെ പുറത്തൊക്കെ അടിക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കുനിഞ്ഞ് കിടന്ന് തുടയ്ക്കേണ്ട ഒരു കാര്യമില്ല, ചിലന്തിയൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ എല്ലാം അതിനകത്തോട്ട് പിടിച്ചോളും അഴുക്കൊക്കെ. അപ്പം നമുക്ക് ഒട്ടും ചൂല് ചീത്തയാവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയും കുറച്ച് കമ്പി ഇല്ലെങ്കിൽ വള ആണേലും മതി കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഹുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുപ്പിയുടെ മുകൾ ഭാഗം ഇതുപോലെ കത്രിക വെച്ച് മുറിച്ചെടുക്കുകയാണെങ്കിൽ റൗണ്ടായിട്ട് കിട്ടും കേട്ടോ. ആദ്യം ഒന്ന് കുത്തി കൊടുക്കുക, എന്നിട്ട് നമുക്ക് കത്രിക വെച്ച് മുറിക്കുകയാണെങ്കിൽ ചുറ്റിന് നല്ല രീതിയിൽ റൗണ്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് ആ കുപ്പിയുടെ മുകൾ ഭാഗം മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ
വളയില്ല എങ്കിൽ ഇതേപോലെ കമ്പി ഉണ്ടെങ്കിൽ എടുക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കമ്പി ഉള്ളതുകൊണ്ട് ഞാൻ കമ്പി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് എസ് ആകൃതിയിൽ നമുക്കത് ഹുക്ക് ഉണ്ടാക്കാം. എസ്സിൻ്റെ ഒരു ഷേപ്പിൽ വേണം ഹുക്ക് ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് വേണ്ട ഞാൻ ഇതേ രീതിയിൽ കണ്ടോ ഈ ഒരു അളവിൽ നമുക്ക് ഹുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ടാണ്. അപ്പോൾ ഇതേപോലത്തെ കമ്പിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് വെയിറ്റ് താങ്ങും അതിനകത്ത്. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്റ്റാൻഡ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണിത്. നമ്മുടെ കിച്ചണിലൊക്കെ സ്റ്റാൻഡ് തവിയൊക്കെ തൂക്കാനൊക്കെ സ്റ്റാൻഡ് ഇല്ല എങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ വളരെ ഉപകാരമാണ്. എന്നിട്ട് നമുക്ക് ഇതുണ്ട് ഇതേപോലെ മൂടിക്കകത്ത് 2 ഹോളിട്ട് കൊടുക്കുക. പപ്പടക്കമ്പി ചൂടാക്കിയിട്ട് ചെറിയ 2 ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തൂടെ നമുക്ക് ചരട് കടത്തിയെടുക്കണം. ചരട് ഏതാണേലും കുഴപ്പമില്ല, അതിനകത്തൂടെ വരുന്ന രീതിയിലുള്ള ചരട്. അതേപോലെ കുപ്പിയുടെ ചുറ്റുഭാഗത്തും ഇതേപോലെ ഓരോ ഹോളും കൂടി ഇട്ട് കൊടുക്കുക. കാരണം ആ ഹുക്ക് നമുക്ക് അതിനകത്ത് വേണം കൊളുത്തിയിടാനായിട്ട്. അപ്പോൾ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് എവിടെ വേണേലും ഒതുക്കിയിടാനായിട്ട് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും കേട്ടോ. എവിടെ വേണേലും ഒതുങ്ങി കിടന്നോളും. അപ്പോൾ അതിനകത്ത് അരിപ്പയോ സ്പൂണുകളോ അതേപോലെ കപ്പുകൾ എന്ത് വേണേലും നമുക്കിതിനകത്ത് കൊളുത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഇതിപ്പോൾ ഒരു കുപ്പിയാണ് ചെയ്തത്. ഇതേപോലെ 2-3 കുപ്പി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ എവിടെ വേണേലും ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ചരട് കോർത്തെടുക്കുക. ഏത് ചരടാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ആ കുപ്പിക്കകത്തൂടെ ചരടങ്ങ് വലിച്ചെടുക്കുക. എന്നിട്ട് ആ കുപ്പിയുടെ അടപ്പ് അതിനകത്തോട്ടൊന്ന് മുറുക്കി കൊടുക്കാം. പിന്നെ ആ ഭാഗം കെട്ടിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ വലിച്ചെടുക്കുക കണ്ടോ. അതിൻ്റെ അടിഭാഗത്ത് ആ ബാക്കി കിടക്കുന്ന ചരട് നമുക്ക് മുറിച്ച് മാറ്റാം. ഇതേപോലെ വലിച്ചെടുക്കുക കണ്ടോ. പിന്നെ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഹാങ് ചെയ്തിടാം. കണ്ടോ ഇതിപ്പോൾ ഇതുപോലെ ഞാൻ പറയണക്ക് 1-2 കുപ്പിയോ നമുക്ക് ചെയ്തിടാവുന്നതാണ്. കണ്ടോ. എന്നിട്ട് ആ ഹുക്ക് നമ്മുടെ ഈ കുപ്പിയുടെ നമ്മൾ ഹോളിട്ട് വെച്ചിട്ടുണ്ടോ നേരത്തെ ആ ഭാഗത്ത് ഇതേപോലെ കൊളുത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ എത്രമാത്രം ഹുക്കുണ്ടോ അതിനനുസരിച്ച് നമുക്കിതിൻ്റെ ഹോളിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് എല്ലാം കൊളുത്തിയിടാം. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഇതിനകത്ത് കൊളുത്തിയിട്ട് നമ്മുടെ കബോർഡിലോ ഇപ്പോൾ കബോർഡിലെ കൊളുത്തിലാണ് ഞാനിപ്പോൾ കൊളുത്തിയിടുന്നത് കണ്ടോ. ഇതേപോലെ നമ്മുടെ അടുക്കളയിൽ എവിടെ വേണേലും കൊണ്ട് കൊളുത്താം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.